guys, welcome back to our channel. So welcome back to another movie review guys. അപ്പോൾ ജിത്തു ജോസഫ് ആസിഫ് അലി കൂട്ടുകാരിൽ ഇറങ്ങുന്ന പുതിയ പടമാണ് ഗൈസ് മിറാജ്. ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പടത്തിൽ നിന്ന് കാസ്റ്റ് എന്ന് പറയുമ്പോൾ ആസിഫ് അലി ഉണ്ട്, അപർണ ബാലമുരളി ഉണ്ട്, ഹക്കീം ഉണ്ട്, അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു പടമാണ്. മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. വൺ ഡേ വാച്ചബിൾ മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ജിത്തു ജോസഫിന്റെ നമ്മൾ കണ്ടുവരുന്ന മൂവി അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ജിത്തു ജോസഫ് മൂവി അങ്ങനത്തെ സംഭവമൊന്നും അല്ല. പുള്ളിയുടെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള പുള്ളിയുടെ ആ ഒരു ടൈപ്പ് ഓഫ് വർക്കുകളും കാര്യങ്ങളും ഒന്നും ഈ പ്രധാനത്തില്ല. ബട്ട് എങ്കിൽ പോലും ഒരു സാധനമുണ്ട്. ക്രൈം ത്രില്ലറാണോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു ത്രില്ലർ മൂവിയാണ്. ആ ഒരു മൂഡിലാണ് പടം പോകുന്നത്. ഹക്കീമും അപർണ ബാലമുരളിയും അവർ റിലേഷൻ ആവുന്നു. ദെൻ അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കുറച്ചധികം കോൺസിക്വൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്ന മൂവി. ആസിഫ് അലി ഇതിനകത്ത് ഒരു റിപ്പോർട്ടറായിട്ടാണ്, ഒരു ഓൺലൈൻ റിപ്പോർട്ടറാണ് ഇതിനകത്ത്. ആസിഫ് അലിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അത്ര വലിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ബട്ട് ഒരു സാധനമുണ്ട് എൻഡില്, മൂവിയുടെ കംപ്ലീറ്റ് എൻഡ് ആകുമ്പോഴത്തേക്ക് ഒരു സാധനങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാൻ, ഈ മൂവിക്കകത്ത് കംപ്ലീറ്റ് ട്വിസ്റ്റുകളും സസ്പെൻസുകളുടെ അയ്യര് കളി. അതായത് ചറപറ ട്വിസ്റ്റുകൾ, ചറപറ സസ്പെൻസുകൾ അങ്ങ് ഇഷ്ടം പോലെ. അതായത് നമ്മൾ പടം കഴിഞ്ഞ് ഇതെല്ലാം സോൾവ് ആയി ഇനി ഒന്നുമില്ല നോക്കുമ്പോൾ അണ്ട്ര വീണ്ടും ഒരെണ്ണം കൊണ്ടുവരുന്നു. ഹന്ന റജി ഘോഷ്, അതായത് ഇതിനകത്ത് അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിന് ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ് ഹന്ന റജി ഘോഷ്. ഋത്തിക എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് ഹാഫ് പുള്ളിക്കാരത്തിൻ്റെ പെർഫോമൻസ് തുടങ്ങി അതൊരു ഇതിലൂടെ പൊക്കോണ്ടിരുന്നപ്പോഴേ തന്നെ പുള്ളിക്കാരി നമ്മളൊരു ഡൗട്ട്ഫുള്ളോടുകൂടി അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയെ ഒരു ഡൗട്ട്ഫുൾ മെൻറ്റാലിറ്റിയോട് കൂടി നമ്മൾ ചിന്തിക്കും. അത് തോന്നിപ്പിക്കുന്ന രീതിക്ക് പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ പോകുന്നുണ്ട്. അതങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ സമ്പത്ത് രാജ് ഇതിനകത്ത് ACP ആയിട്ട് വരുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ബാഡ് കോപ്പാന്ന് തോന്നിക്കും. ബട്ട് പിന്നീട് അത് നല്ല പോലീസുകാരനാണെന്ന് തോന്നിക്കും. പിന്നീട് വീണ്ടും ഇങ്ങേര് ബാഡാണെന്ന് തോന്നിക്കും. പിന്നീട് ലാസ്റ്റ് ന്യൂട്രലിൽ നിൽക്കും. പിന്നീട് നല്ലത് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിക്ക് ലാസ്റ്റ് ഒരു കൺഫർമേഷൻ ഇയാൾ ഇതാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഗുണ്ടയുണ്ടേ, അങ്ങേര് എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരൻ എപ്പോൾ നോക്കിയാലും ഒരു തോക്കും കൊണ്ട് നടക്കും. ഇപ്പം പൊട്ടിക്കും എന്ന് നടക്കും. പക്ഷെ ലാസ്റ്റ് കുറച്ചിടത്തൊക്കെ ഈ പുള്ളിക്കാരൻ തോക്ക് പൊട്ടിക്കുന്നുണ്ട്. അതുവരെ പുള്ളി ഇങ്ങനെ ഞാൻ ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലായിടം കൊണ്ട് നടക്കും, ഭീഷണിപ്പെടുത്തും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദീപക്കിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത്. വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറൊന്നും അല്ല, ബട്ട് എന്നാലും ഒരു ചെറിയ റോളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഞാൻ എല്ലാ രീതിയിലുള്ള ജോണറുകളും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മേൽ പ്രേക്ഷകർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് വെച്ച് പോകുമ്പോഴാണ് എൻ്റെ വർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തതും ചിലർക്ക് ഡൈജസ്റ്റ് ആവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ എക്സ്പെക്റ്റേഷന് പോകുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ മൂവി വർക്ക് ആവണമെന്നില്ല. അതർവൈസ് കാണാൻ പറ്റിയ പടമാണ്, വൺ ടൈം വാച്ചബിൾ ആണ്. എല്ലാവരുടെ പെർഫോമൻസ് നൈസായിട്ട് പോകുന്നുണ്ട്. അപർണ ബാലമുരളി അത്യാവശ്യം നല്ല ചെയ്തിട്ടുണ്ട്. ചെറിയ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ അപർണ ബാലമുരളിക്ക് ഉണ്ട്. അപ്പോൾ അതാണ് മിറാജ് എന്ന് പറയുന്ന മൂവി. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. സോ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.